പ്രിയ കൂട്ടുകാർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്നൊരു കിഡിലൻ റൈസ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വരുന്നത്. ടൊമാറ്റോ റൈസാണ്. നിങ്ങളിതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തന്നെ എല്ലാ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ കിട്ടും. ഞാനിത് ഒരു 2 ചെറിയ കപ്പാണ്. ഈ കപ്പിന് 2 കപ്പ് അരിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിതൊരു അരമണിക്കൂറായിട്ട് ഇങ്ങനെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. കാര്യം ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് കുതിർന്ന് പോയിട്ട് പൊടിഞ്ഞു പോകും അരി. അതുകൊണ്ട് അരമണിക്കൂർ ഇട്ടാൽ മതി. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് തോരാനായിട്ട് വെള്ളം പോകാനായിട്ട് വെക്കാം. ഉള്ളി അരിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ടൊമാറ്റോ റൈസിന്. ഗ്രീൻ ചില്ലി ആണെങ്കിൽ ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് അരിയുന്നത്. മുളകിൻ്റെ സർവ്വ ഗുണവും ഇതിൽ വരണം. അത് നമ്മൾ എടുത്തൊന്നും കളയാതെ നമുക്ക് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനതും വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിയുന്നത്. ഗാർലിക്കും ഞാൻ അതുപോലെ ചെറുതായിട്ടാണ് അരിയുന്നത്. അതിൻ്റെ ഫ്ലേവർ മുഴുവൻ കിട്ടാനായിട്ടത് സഹായിക്കും. അപ്പം ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ വെറുതെ പ്ലെയിനായിട്ട് കഴിക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പ്ലെയിനായിട്ട് കഴിക്കാം. നോൺ വെജ് ആണെങ്കിൽ നോൺ വെജായിട്ടുള്ള ആൾക്കാർക്ക് ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് എന്തിൻ്റെ കൂടെയും കഴിക്കാം. കട്ട്ലറ്റ് എന്ത് സാധനത്തിനോട് വേണമെങ്കിലും കഴിക്കാം. ഇച്ചിരി സാലഡും ഒരു പിക്കിളും കുറച്ച് 1-2 പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചെറിയ തീയിൽ ചെയ്യാം. ആദ്യം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടാവുന്ന ഉടനെ ഞാൻ ഇത് മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതായത് നെയ്യും പിന്നെ എണ്ണയും കൂടി ഞാൻ പകുതി മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. ഗീയുടെ കൂടെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയും കൂടെ ഞാനൊരു സ്പൂണ് ഒഴിച്ചു. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളത് ഇത്രയും മാത്രം സ്പൈസസ് ആണ്. ചെറിയൊരു സിനമൺ സ്റ്റിക്ക്, പിന്നെ ഒരു തക്കോലപ്പൊട്ടിൽ 2 ഏലക്ക, കുറച്ച് ജീരകമാണിത്. ക്യുമിൻ സീഡാണ്, ഫെനലല്ല. അതുപോലെ കുറച്ച് കുരുമുളക്. ഇത്രയും സാധനം നമുക്ക് ഇതിലേക്ക് ഇടാം. അത് പൊട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും കൂടെ ഇടാം. ഇതൊന്ന് വിൽറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഉടനെ നമുക്ക് ഗാർലിക് അരിഞ്ഞതും പച്ചമുളകും. ഞാൻ ജിഞ്ചർ ചേർക്കാറില്ല ഇതിന്. ജിഞ്ചറൊക്കെ ചേർക്കുമ്പോൾ തന്നെ കുറച്ച് സ്ട്രോങ് ഫ്ലേവറായിപ്പോവും, വേറൊരു ടേസ്റ്റ് ആവും. ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. ക്രിസ്പി ആകണ്ട, പക്ഷെ നന്നായിട്ട് മൂക്കണം കണ്ടോ. ഇനി ഈ ഭാഗമാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് നമുക്കിടാം. നന്നായിട്ട് ഇളക്കി നല്ലപോലെ ഒന്ന് വേകണം. ടൊമാറ്റോസ് നല്ലപോലെ വേകണം. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് 4 കപ്പ് ചൂടുവെള്ളം വേണം. ഇതിപ്പം ടൊമാറ്റോയുടെ വെള്ളമൊക്കെ പറ്റി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ തോരാൻ വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയില നമുക്ക് ഒടുവിൽ ഗാർണിഷ് ചെയ്യാൻ വേണം. ബാക്കി മല്ലിയിലയും കൂടി ഇപ്പോൾ ഇട്ടിട്ട് ചെറിയ തീയിൽ ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരി ഇതിനകത്തിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേന് ഈ നമ്മുടെ മസാലയുമായിട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനിയും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരി ഒട്ടിപ്പിടിക്കത്തില്ല. ഒന്നിനോടൊന്ന് വേർവിട്ട് കിടക്കും റൈസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മുഖച്ഛായ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. ഇങ്ങനെയൊക്കെ ഇരിക്കും ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴും. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എപ്പോഴും ഒരേ സാധനം കഴിച്ച് വലിയവരും മടുക്കും, പിള്ളേരും മടുക്കും. അതുകൊണ്ട് മാറ്റി പിടിക്കാം നമുക്ക്. ഞാൻ ഇതിന് ചേരുന്ന ഒരു സംഭവം ഇങ്ങേപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അതാണ് ആ ശബ്ദം, ഇടയ്ക്ക് തിളയ്ക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇതിന് ശേഷം ഞാൻ പറഞ്ഞ കണക്കിലുള്ള ചൂടുവെള്ളം, ഞാൻ ചൂടുവെള്ളം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കാം. ഇനിയും ഈ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങളിതിൻ്റെ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ വെള്ളത്തിന് ചേരുന്ന അത്ര ഉപ്പ് വേണ്ട. പക്ഷേ എങ്കിലും ഈ വെള്ളം പറ്റി കഴിയുമ്പോൾ ഇതിന് ഉപ്പ് കാണണം എന്നുള്ള തരത്തിൽ, അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് വേണം ഇതിന് ഇടാൻ. ഇപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് കുറവാണിതിന്. ഞാൻ ശകലം ഉപ്പും കൂടി ഇടുകയാണ് കേട്ടോ.
അപ്പം ഞാനത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇതാ ഇപ്പോൾ നോക്കിക്കേ, വെള്ളം പറ്റിയിട്ടുണ്ട്, എന്നുവെച്ചാൽ പകുതി പറ്റി, എന്നൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറയ്ക്കണം. കണ്ടോ, ഇതുവരെയും ഒരു കുഴപ്പമില്ല. നോക്കി, ഇനി വളരെ ചെറിയ ഫ്ലെയിമിലാക്കി ഞാൻ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇനി അങ്ങനെ ആ ചെറിയ തീയിൽ വേണം വേകാനായിട്ട്. ഇതാ ഇപ്പം നല്ല കണ്ടീഷനായിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കാം. നല്ല ഒന്നാം തരം ടൊമാറ്റോ റൈസ് റെഡിയാണ്. അടിപൊളി ടൊമാറ്റോ റൈസാണ്. അതിൻ്റെ കൂടെ നല്ല ഒന്നാം തരം ചിക്കൻ കറിയും. ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൽ പോയി നോക്കി ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.